Hi dears, welcome to ACS Online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? താറു എന്ന ഫ്രോഗിന്റെ 4 സ്റ്റെപ്സ് അല്ലെ, 4 നമ്പർ ഇടപെട്ട് ചാടി ചാടി അല്ലെ, അങ്ങനെ ചാടി കളിക്കുന്ന ഒരു താറു ഫ്രോഗിനെ പരിചയപ്പെട്ടിരുന്നു അല്ലെ. ഈ ക്ലാസ്സിൽ നമ്മൾ താറു ഫ്രോഗ് വേറൊരു നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 7 എന്ന നമ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താറു ഫ്രോഗ് എന്താണ് 7 നമ്പർ 7 എന്ന നമ്പർ ഇടവിട്ട് ചാടിയാൽ ഏതൊക്കെ സ്റ്റെപ്സ് എത്തും എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 129 എടുക്കുക. ട്രൈ ജംപ്സ് വിത്ത് 7 സ്റ്റെപ്സ്. എന്താണ് 7 സ്റ്റെപ്പ് ഇടവിട്ടാണ് നമ്മൾ താറു ഫ്രോഗ് ചാടി കളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? 1 into 7 അല്ലെ. 0 നിന്ന് 7 എന്ന നമ്പറിലോട്ട് ഒരൊറ്റ ചാട്ടം അല്ലെ, 1 into 7. രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? 2 into 7 ചെയ്താൽ ഉത്തരം കിട്ടും അല്ലെ. 2 into 7 14. മൂന്നാമത്തെ സ്റ്റെപ്പ് 3 into 7 21. നാലാമത്തെ സ്റ്റെപ്പ് 4 into 7 28. അഞ്ചാമത്തെ സ്റ്റെപ്പ് 5 into 7 35. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? 6 into 7 42. ഏഴാമത്തെ സ്റ്റെപ്പ് 7 into 7 49. ഇനി എട്ടാമത്തെ താറുവിന്റെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയും? 8 into 7 56. ഒൻപതാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? 9 into 7 63. പത്താമത്തെ സ്റ്റെപ്പ് 10 into 7 70 അല്ലെ. ഇവിടം വരെ നമുക്ക് ടേബിൾസ് 7ന്റെ ടേബിൾസ് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ സാധിക്കും. താറുവിന്റെ ജംപ്സ് എങ്ങോട്ടേക്കാണ് എന്ന് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം അല്ലെ, നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല. അപ്പോൾ താറുവിന്റെ 11ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 11 into 7 ചെയ്ത് നോക്കുക. 11 into 7 എന്താണ്? 1 into 7 7 ആണ്. ഇവിടെയും 1 into 7 7 ആണ്. ഉത്തരം എന്താണ്? 77 എന്ന് കിട്ടി. എളുപ്പമായിരുന്നു അല്ലെ. ഇനി 12ാമത്തെ താറുവിന്റെ ചാട്ടം ഏത് നമ്പറിലോട്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7 നമ്പർ ഇടവിട്ട് ചാടുന്ന നമ്മുടെ താറു ഫ്രോഗിന്റെ 12ാമത്തെ സ്റ്റെപ്പ് അല്ലെ, 12ാമത് താറു ചാടുന്നത് ഏത് നമ്പറിലോട്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ 12 into 7 ചെയ്ത് നോക്കണം അല്ലെ. ഓക്കെ, 12 into 7 എങ്ങനെ ചെയ്യാം? 2 into 7 7 2s are 14. 14ലെ 4 മാത്രം എഴുതി carry 1 മുകളിൽ കൊടുത്തു. ഓക്കെ, ഇനി 1 into 7 7 into 1 എന്താണ്? 7 തന്നെയാണ്. പ്ലസ് 1 എന്താണ്? 8. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 84. അപ്പൊ 12 into 7 84 ആണ്. ഇനി താറുവിലെ 13ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 13 into 7 ചെയ്ത് നോക്കണം. 13 into 7 എങ്ങനെ ചെയ്യും? 1ന്റെ സ്ഥാനത്തുള്ള 3ഉം 7 തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 7 3s are 21 ആണ്. 21ലെ 1 മാത്രം 1ന്റെ കൂടെ എഴുതി, 10ന്റെ കൂടെ 2 എഴുതി. ഓക്കെ, ഇനി 1 into 7 7 1s are 7 തന്നെയാണ്. 7 ഉത്തരം കിട്ടിയ 7 പ്ലസ് 2 എന്താണ്? 91 അല്ലെ. 91 പ്ലസ് 2 9 ആണ്. കൂട്ടി വായിക്കുമ്പോൾ 91 അല്ലെ. ഈ താറുവിന്റെ 14ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് നമുക്ക് കണ്ടുപിടിക്കാം. 14 into 7 നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. വർക്കിങ്സും സൈഡിൽ ഉണ്ടാവണം, ഹെഡിങ്ങും പേജ് നമ്പറും എല്ലാം ഉണ്ടാവണം. 14 into 7 എന്താണ്? 12 4s are എന്താണ്? പെട്ടെന്ന് പറഞ്ഞ ഉത്തരം 28. 28 എന്ന നമ്പറിലെ 8 മാത്രം ഇവിടെ 1ന്റെ കൂടെ എഴുതി, 10ന്റെ കൂടെ 2 കൊടുത്തു. ഇനി 1 into 7 എന്താണ്? 7 തന്നെയാണ്. 7 plus 2 എന്താണ്? 9 ആണ്. ഉത്തരം എന്ത് കിട്ടി? 98 എന്ന് കിട്ടി. ഈ താറുവിന്റെ 15ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണെന്ന് കണ്ടുപിടിക്കാം. 15 into 7 അല്ലെ. 15 into 7. ഓക്കെ, 5 into 7 5 7s are എന്താണ് ഉത്തരം? 35 ആണ് അല്ലെ. 35 ആണ്. 5 7s are 35 ആണ്. 5 മാത്രം 1ന്റെ കൂടെ എഴുതി, 3 ഇവിടെ 10ന്റെ കൂടെ എഴുതി കൊടുത്തു കേട്ടോ. ഇനി 1ന്റെ സ്ഥാനത്ത് ഓൾറെഡി 1 ഉണ്ട്. 10ന്റെ സ്ഥാനത്ത് ഓൾറെഡി 1 ഉണ്ട്. 1 into 7 എന്താണ്? 7 ആണ് ഉത്തരം. ആ ഉത്തരം കിട്ടിയ 7
പ്ലസ് 3 ചെയ്യണം. 7 പ്ലസ് 3 എന്താണ്? 10 ആണ് അല്ലേ? 10 അല്ലേ? 10 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 105 എന്ന് കിട്ടി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 15 വരെ ഉള്ളൂ. 15 × 7 15ാമത്തെ താറുവിന്റെ ചാട്ടം എങ്ങോട്ടേക്കാണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി മിസ് ചോദിക്കുകയാണ്, മിസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. താറുവിന്റെ 16ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ്? 16 × 7 ചെയ്ത് നോക്കാം. 16 × 7 താറുവിന്റെ 16ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് കണ്ടുപിടിക്കാം. 16 × 7 നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. 6 × 7 എങ്ങനെ ചെയ്യും? വൺസിന്റെ സ്ഥാനത്തുള്ള 6ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 6 7s എന്താണ്? 42 ആണ്. 42-ൽ 2 മാത്രം ഇവിടെ വൺസിന്റെ കൂടെ എഴുതി ക്യാരി 4 മുകളിൽ കൊടുത്തു. ടെൻസിന്റെ കൂടെ കൊടുത്തു. ഓക്കെ, ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 1 ഉണ്ട്. 1 × 7 എന്താണ് ഉത്തരം? 7 തന്നെയാണ്. 7 + 4 എന്താണ് ഉത്തരം? 7 + 4 എന്താണ്? 11 ആണ്. അപ്പൊ ടോട്ടൽ ഉത്തരം എന്ത് കിട്ടി? 112 എന്ന് കിട്ടി. കണ്ടോ? 112. ഇനി 7 × 7 ചോദിച്ചാലും 8 × 7 ചോദിച്ചാലും ഒക്കെ ചെയ്യാൻ അറിയാലോ. ഇനി 20 × 7 ചോദിച്ചാലോ? താറുവിന്റെ 20ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഒന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യും? ചെയ്ത് നോക്കാം. 20 എഴുതി × 7 എഴുതി. ഓക്കെ, 20 × 7 ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? വൺസിന്റെ സ്ഥാനത്ത് 0 ഉണ്ട് അല്ലെ? ടെൻസിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്. അപ്പൊ 0 × 7 എന്താണ്? എനി നമ്പർ മൾട്ടിപ്ലൈ വിത്ത് 0 ഗിവ്സ് ആൻസർ 0 ആണ്. അതായത് ഏതൊരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 തന്നെയാണ്. പിന്നെ ഏതൊരു നമ്പറിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉത്തരം ആ നമ്പർ തന്നെയായിരിക്കും. 1 × 7 ആണെങ്കിൽ ഉത്തരം 7 തന്നെ അല്ലേ? 1 × 8 ആണെങ്കിൽ ഉത്തരം 8 തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 തന്നെയാണ്. ഇപ്പൊ 0 × 1 ആൻസർ എന്താണ്? 0. 0 × 2 ആൻസർ 0 ആണ്. 0 × 3 ചെയ്താലും 0 × 4 0 × 5 അങ്ങനെ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം ആൻസർ എന്താണ്? 0 തന്നെയാണ്. അപ്പൊ ഇവിടെ 0 × 7 ഉത്തരം എന്താണ്? 0 ആണ്. കണ്ടോ? 0 ആണ്. അപ്പൊ വൺസിന്റെ സ്ഥാനത്തുള്ള നമ്പറുമായിട്ട് 0 ആയിട്ട് നമ്മൾ 7നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ടെൻസിന്റെ സ്ഥാനത്തുള്ള 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 2 × 7 എന്താണ്? 2 7s are 14. ഉത്തരം എന്ത് കിട്ടി? 140 എന്ന് കിട്ടി. ഇനി മിസ് ചോദിക്കുകയാണ്, താറുവിന്റെ 27th സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുകയാണ്. 27 × 7 ചെയ്ത് നോക്കാം. 27 × 7. ഓക്കെ, വൺസിന്റെ സ്ഥാനത്ത് 7 തന്നെയാണ്. അപ്പോൾ 7 7s are ഉത്തരം 49 ആണ്. അപ്പോൾ ആ വൺസിന്റെ സ്ഥാനത്തുള്ള 9 മാത്രം വൺസിന്റെ കൂടെ എഴുതി ക്യാരി 4 മുകളിൽ കൊടുത്തു. ടെൻസിന്റെ കൂടെയുള്ള 2ന് കൊടുത്തു. ടെൻസിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്. 7 2s are എന്താണ്? 7 2s are 14 ആണ്. ആൻസർ എന്താണ്? 7 2s are 14 അല്ലേ? 14. ആ 14നെ +4 ചെയ്യണം അല്ലെ? ഇവിടെ മുകളിൽ 4 ഉണ്ട്. +4 ചെയ്യണം. 14 + 4 എന്താണ്? 18 ആണ്. ഉത്തരം എന്ത് കിട്ടി? 189 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ടേബിൾസ് അറിഞ്ഞാൽ നമുക്ക് പറ്റും അല്ലെ? ഇനി 30 × 7 ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? 30 ഇല്ലേ? 30 × 7 ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ 0 × 7 എന്താണ്? 0 × 7 0 തന്നെയാണ്. ഇനി 3 × 7 എന്താണ്? 7 3s are 21. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 210 എന്ന് കിട്ടി. കണ്ടോ? ഇനി 35 × 7 ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? 5 7s are 35 ആണ്. 5 എഴുതി ക്യാരി 3 മുകളിൽ കൊടുത്തു. 5 7s are 35 അല്ലേ? ആ 5 ഇവിടെ വൺസിന്റെ കൂടെ എഴുതി ഈ 3 ഇവിടെ 3യുടെ കൂടെ കൊടുത്തു. 7 3s are 7 × 3. ടെൻസിന്റെ സ്ഥാനത്ത് 3 ഉണ്ട്. 7 3s are 21. 21 + 3 എന്താണ്? 24. ഉത്തരം എന്ത് കിട്ടി? 245 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തന്നെയാണ്. 38 അല്ലേ? വേണ്ട, 38 വേണ്ട.
42 into 7 ചെയ്ത് നോക്കുക. 42 into 7 ആൻസർ കണ്ടുപിടിക്കുക. താറുവിന്റെ 42ാമത്തെ സ്റ്റെപ്പ് ഏത് നമ്പറിലോട്ടാണ്? 42 into 7 ചെയ്യുമ്പോൾ എന്ത് ആൻസർ കിട്ടും എന്ന് എല്ലാവരും ഒന്ന് എന്താ കണ്ടുപിടിക്കുക. വർക്കിംഗ്സ് സൈഡിൽ നോട്ട്ബുക്കിന്റെ സൈഡിൽ തന്നെ എഴുതുക, ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് എനിക്ക് ഹോംവർക്ക് അയച്ചേക്കാം. ഇനി ഇപ്പൊ നമ്മൾ 7 എന്ന നമ്പർ ഉപയോഗിച്ച് മറ്റു നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചില്ലേ? ഇനി എനിക്ക് ഇഷ്ടമുള്ള വേറൊരു ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ വേറെ പഠിപ്പിക്കുകയാണേ. ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ, 42 into 7 എന്ന് എഴുതിയല്ലോ. ഓക്കെ, ഇനി എനിക്ക് വേറെ ഇഷ്ടമുള്ള നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണേ. 42 into 7 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറയാണ്, നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് എനിക്കിപ്പോ ഒരു 31 into 5 ചെയ്താൽ എന്ത് ആൻസർ കിട്ടും ഒന്നൊന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? ഇപ്പൊ പഠിപ്പിച്ച ആ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. 5ന്റെ ടേബിൾസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അല്ലെ? 31 into 5. ഓക്കെ, 31 into 5 ചെയ്യാം. 1 into 5 വൺസിന്റെ സ്ഥാനത്ത് 5 ആണ്. എന്താണ്? 1 ഉണ്ട് അല്ലെ? 1 into 5 ആൻസർ എന്താണ്? 5 തന്നെയാണ്. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് 3 ഉണ്ട്. 3 into 5 എന്താണ്? 5 3s are 15. ആൻസർ എന്ത് കിട്ടി? 155 എന്ന് കിട്ടി. കണ്ടോ? ഇനി ഞാൻ പറയാണ് 49 into 6. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ കേട്ടോ. 49 into 6 എന്ന നമ്പറിന്റെ ആൻസർ എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? 49 into 6 കണ്ടോ? 49 എഴുതി, into 6 എഴുതി. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 9 ഉണ്ട്. 9 6 are എന്താണ് ആൻസർ? 54 ആണ്. 9 6 are 54. കണ്ടോ? ടേബിൾസ് അറിഞ്ഞാലേ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റൂ. 54ലെ 4 മാത്രം ഞാൻ വൺസിന്റെ കൂടെ എഴുതി, ക്യാരി 5 ഇവിടെ ഇപ്പോഴത്തെ ടെൻസിന്റെ കൂടെ കൊടുത്തു. ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 4 ഉണ്ടായിരുന്നു. 4 6 are 4 into 6 എന്താണ്? 6 4s are 24 അല്ലേ? അറിയാമോ? 6 4s are 24 ആണ്. 24 plus 5 എന്താണ്? 24 plus 5 എന്തെഴുതും? 29. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 294 എന്ന് ആൻസർ കിട്ടി. കണ്ടോ? 294. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇഷ്ടമുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണേ. 83 into 9 ചെയ്യാൻ പറയണം. വലിയ നമ്പർ ആൻസർ കിട്ടും. 83 into 9. ഓക്കെ, 83 into 9 എങ്ങനെ ചെയ്യും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ആദ്യം 83 എഴുതി. 83 into 9 വലിയ നമ്പർ നമ്മളെ പരീക്ഷിച്ച് നോക്കാൻ പോവാണേ. 9ന്റെ ടേബിൾസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കണ്ടോ? 9 ഒട്ടിലെ നമ്പർ അല്ലേ? നമ്മൾ പഠിച്ച ടേബിൾസ് 9 ഉണ്ടല്ലോ. 9ന്റെ ടേബിൾസ് അറിഞ്ഞാൽ നമുക്ക് ഇത് നിഷ്പ്രയാസം വലിയ നമ്പർ ഒന്നും കണ്ട് പേടിക്കേണ്ട, ചെയ്യാൻ സാധിക്കും. ഓക്കെ, 83 into 9 ചെയ്യാൻ പോവാണേ. വൺസിന്റെ സ്ഥാനത്ത് 3 ഉണ്ട്. ടെൻസിന്റെ സ്ഥാനത്ത് 8 ഉണ്ട് അല്ലെ? അപ്പൊ 3 into 9 9 3s are എന്താണ് ആൻസർ? 27 ആണ് അല്ലെ? 27 ആണ്. ആ 7 മാത്രം ഇവിടെ എഴുതി, ക്യാരി 2 ഇവിടെ 8ന്റെ കൂടെ ടെൻസിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടെൻസിന്റെ സ്ഥാനത്ത് എഴുതി കൊടുത്ത് 2. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 8 ഉണ്ട്. 8 9s are എന്താണ് ആൻസർ? 8 9s are ആൻസർ എന്താണ് അറിയാമോ ആർക്കെങ്കിലും? 8 9s are 72 ആണ് ആൻസർ അല്ലെ? 72 ആണ്. ആ 72 plus 2 ഉണ്ട് ഇവിടെ അല്ലെ? ക്യാരി 2 മുകളിലുണ്ട്. 72 plus 2 എന്താണ്? 74 ആണ്. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 747 എന്ന് കിട്ടി. മനസ്സിലായോ? 9 3s are എന്താണ്? 9 3s are 27 ആണ്. 27ലെ 7 മാത്രം ഇവിടെ വൺസിന്റെ കൂടെ എഴുതി കൊടുത്തു, ആൻസർ ആയിട്ട് എഴുതി കൊടുത്തു. ക്യാരി 2 ഇവിടെ ടെൻസിന്റെ കൂടെ എഴുതി. ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 8 ഉണ്ട്. 8 9s are എന്താണ്? 72 ആണ് ആൻസർ കിട്ടുന്നത് അല്ലെ? അപ്പൊ 72 ഈ ക്യാരി 2 ആയിട്ട് ആഡ് ചെയ്യുക. 72 കിട്ടിയ ആൻസറിനെ ഈ ക്യാരി ഉള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്യണം എപ്പോഴും. 72 plus 2 എന്താണ്? 74 ആണ്.
അപ്പോൾ 74 എഴുതി കൊടുത്തു. അപ്പോൾ ടോട്ടൽ എന്തെന്ന് വായിക്കാം? 747 എന്ന് വായിക്കാം. കണ്ടോ? ഇനി അടുത്തത് എനിക്ക് മറ്റൊരു ഇഷ്ടമുള്ള നമ്പർ എന്താണ്? 67 into 4 ടേബിൾസ് പഠിച്ചു. 67 into 8 ചെയ്യണം. എങ്ങനെ ചെയ്യും? എഴുതി നോക്കട്ടെ. ആദ്യമേ എഴുതി നോക്കണം. 8ന്റെ ടേബിൾസ് അറിയാമെങ്കിൽ ഇത് എഴുതാൻ സാധിക്കും. കണ്ടോ? 8 എന്ന നമ്പറിന്റെ ടേബിൾസ് കാണാതെ അറിയാമെങ്കിൽ ഈ നമ്പറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. 67 into 8 എങ്ങനെ ചെയ്യാം? വൺസിന്റെ സ്ഥാനത്ത് 7 ഉണ്ട്, ടെൻസിന്റെ സ്ഥാനത്ത് 6 ഉണ്ട്. അപ്പൊ 7 8s are. എന്താണ് ആൻസർ? ഒന്ന് പറയാമോ? 7 8s are 56. 56 അല്ലേ? 6 വൺസിന്റെ കൂടെ എഴുതി, ക്യാരി 5 ഒരു ടെൻസിന്റെ കൂടെ കൊടുത്തു. 56 ആണ്. 7 8s are 56 ആണ്. 56ലെ 6 മാത്രം ഇവിടെ വൺസിന്റെ കൂടെ എഴുതി, ടെൻസിന്റെ സ്ഥാനത്തുള്ള 5 ഇവിടെ ടെൻസിന്റെ കൂടെയുള്ള നമ്പറിന് മുകളിലായിട്ട് എഴുതി കൊടുത്തു. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 6 ഉണ്ട് അല്ലേ? അപ്പൊ 6 into 8 ചെയ്ത് നോക്കിയേ. 6 8s are അറിയാമോ? 6 is 36, 7 is 42, 8 6 are 48. 48 6 8s are എന്താണ്? 48 എന്നാണ് ആൻസർ. 6 8s are 6 into 8 ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? 48. 48 plus 5 ചെയ്യണം. ആ കിട്ടിയ ഉത്തരം 48. ഓക്കെ, പ്ലസ് 5 ചെയ്ത് കൊടുക്കണം. ആ മുകളിലുള്ള ആ ടെൻസിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതിയ ആ 5നെ കൊണ്ട് ആഡ് ചെയ്യണം. 48 plus 5 എന്താണ്? 53 ആണ്. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 536 എന്ന് കൂട്ടി വായിക്കാം അല്ലേ? കിട്ടി. അങ്ങനെയെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യനൂടെ ഹോംവർക്ക് തരികയാണ്, അതൊന്നും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 74 into എളുപ്പമാണ്. ആരും പേടിക്കണം. നമ്മളിപ്പം 6ന്റെ പഠിച്ചു, 5ന്റെ പഠിച്ചു, 9ന്റെ പഠിച്ചു, 7ന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ 3 പഠിച്ചു, 4ന്റെ പഠിച്ചു, 8 പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന 2ന്റെ ആണ്. 74 into 2. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിപ്പോൾ പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം, വർക്കിംഗ്സ് എല്ലാം സൈഡിലും ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 74 into 2 എന്താണ് എന്നുള്ളത്. ഓക്കെ, 74 into 2 ഇതുപോലെ എഴുതി നോക്കുക. 74 into 2 എന്ന് എഴുതി നോക്കുക, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഹോംവർക്ക് ആയിട്ട് തന്നത്. ബാക്കിയുള്ളതെല്ലാം ചെയ്ത് ആൻസർ മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ അവിടെ സൈഡിൽ ഹോംവർക്ക് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, 74 into 2 നേരത്തെ തന്ന ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഡൗട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ടേബിൾസ് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എനിക്ക് അയച്ചു തരണം. ഹോംവർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഫോട്ടോ മിസ്സിന് അയച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.